പാദവാർഷിക പരീക്ഷ 10ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറിൻ്റെ ചോദ്യോത്തര പരിചയ വീഡിയോയാണ്. വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ നഷ്ടമാവുകയില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു 10-25 മാർക്ക് ഇതൊരു തവണ കാണുന്നതിലൂടെ അല്ലെങ്കിൽ കേൾക്കുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയും. നഷ്ടപ്പെടുത്തരുത് എന്ന് ആദ്യം അറിയിക്കുന്നു. ചോദ്യത്തിലേക്ക് വരുമ്പോൾ സിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബ്രാക്കറ്റിലുള്ളത് വായിക്കുന്നില്ല. ചോദ്യം വായിച്ച് നമ്മൾ ബ്രാക്കറ്റിലുള്ള ഉത്തരം യോജിപ്പിച്ച് അർത്ഥം പറയുകയാണ്. ഒന്നാമത്തത് അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് യോജിച്ചത് മിൻ അഫ്ളലിൽ അമാലി, ശ്രേഷ്ഠമായ പ്രവർത്തികളിൽ പെട്ടതാണ്. രണ്ടാമത്തത് അഅ്ലമു മുഅ്ജിസാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അൽ ഖുർആനുൽ അലീം, ഖുർആനുൽ അലീമാണ്. മൂന്നാമത്തത് ഉലിദ ഈസാ നബിയെ പ്രസവിക്കപ്പെട്ടു മിൻ മറിയം ബീവി ദൂന അബിൻ, പിതാവിന് കൂടാതെ, ഉപ്പയുടെ സ്പർശനമില്ലാതെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്പർശനമില്ലാതെയാണ് മറിയമിന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. അതാണ് യോജിച്ചത്. നാലാമത്തത് റസൂൽ അഫ്ളലു, റസൂലാണ് ഉത്തമം, മിനൻ നബി, നബിയേക്കാളും ശ്രേഷ്ഠം ആരാണ്? റസൂലാണ്. അഞ്ചാമത്തത് അൽ ഈമാനു ബിർ റുസുലി, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് റുക്കുനുൻ മിൻ അർക്കാനിൽ ഈമാനി, ഈമാനിൻ്റെ റുക്കിനുകളിൽ ഈമാൻ കാര്യത്തിൽ പെട്ടതാണ്. ആറാമത്തത് സുമ്മ അൻഷഅ്നാഹു ഖൽക്കൻ ആഖറ, പിന്നെ നമ്മൾ എല്ലാത്തിനെയും വേറൊരു സൃഷ്ടിയാക്കിയതിനെ മാറ്റി. ഫതബാറക്കല്ലാഹു, അല്ലാഹു തആല മേലെയായിരിക്കുന്നു. അത് ഈ കുഞ്ഞുണ്ടാകുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മൾ പിന്നീട് അതിനെ മറ്റൊരു രൂപമാക്കി മാറ്റി. ഫതബാറക്കല്ലാഹു, അള്ളാഹു ഖൈറു ബർക്കത്തു ഉടയവനായിരിക്കുന്നു, മേലെയായവനായിരിക്കുന്നു. അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും നല്ലവനായിരിക്കുന്ന അള്ളാഹു. ഏഴാമത്തത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും, നിങ്ങളുടെ ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. എട്ടാമത്തത് വസ്സലാത്തു മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത്, നബിക്കുള്ള അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്താണ്? അർ റഹ്മത്തു, കാരുണ്യമാണ്. എങ്ങനത്തെ കാരുണ്യം? വെറും കാരുണ്യം മാത്രമല്ല, അൽ മഖ്റൂനത്തു ബി തഅളീമി, ബഹുമതിയെ അന്വരിച്ച രൂപത്തിൽ, ബഹുമതി കൂടെ കൂട്ടിക്കലർത്തിയ രൂപത്തിലുള്ള, ബഹുമതിയിൽ ചാലിച്ച കാരുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നബിക്കുള്ള സ്വലാത്ത്. ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ചോദ്യം കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ അതിലുണ്ട്, അതിപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. രണ്ടാമത്തത് വന്നിട്ടുള്ളത് തമ്മീം, പൂർത്തിയാക്കുക എന്നുള്ള ചോദ്യത്തിൽ 4 എണ്ണമുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. 1, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, അൽ ബഖീലു, പിശുക്കൻ, മൻ ദുക്കിറത്ത് ഇൻദഹു, അവൻ്റെ അരികിൽ പറയപ്പെട്ടു, എൻ്റെ പേര് പറയപ്പെട്ടു, ഫലം യുസല്ലി അലൈഹ, എന്നിട്ട് എൻ്റെ പേരിൽ അവൻ ആ പേരിന് സ്വലാത്ത് ചൊല്ലുകയില്ല. അങ്ങനത്തെ ആളാണ് പിശുക്കൻ. അപ്പോൾ അതിൻ്റെ അറബി കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇവിടെ പൂരിപ്പിക്കാനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അടുത്ത ചോദ്യത്തിൽ അത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാവും. ചിലപ്പോൾ ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കും. ഒക്കെ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വൈം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീറുൻ, ഏതൊരു സമുദായക്കാർക്കും ഏതൊരു വിഭാഗക്കാർക്കും അവരിൽ ഒരു മുന്നറിയിപ്പുകാരനും ഒരു താക്കീതുകാരനും ഇല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്. അവരിൽ ഒരു മുന്നറിയിപ്പുകാരൻ അവരിലേക്കുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. ഏതൊരു സമൂഹത്തിനും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകാരൻ ഉണ്ട്. മൂന്നാമത്തത് ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വഫിൽ അർളി, ഭൂമിയിലുണ്ട്, ആയാത്തുലിൽ മൂഖിനീൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, വഫി അംഫുസിക്കും, അതുപോലെ നിങ്ങളുടെ ശരീരങ്ങളിലും മഹാ അത്ഭുതങ്ങളുണ്ട്, അഫലാ തുബ്സിറൂന, നിങ്ങളെന്താണ് അതിലേക്ക് ചിന്തിക്കാത്തത്, അതിനെ ഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? അതാണ് പൂരിപ്പിക്കാനുള്ളത്. 4, ഇന്നല്ലാഹ, അള്ളാഹു ഹറമ അലൽ അർളി, ഭൂമിക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു, അജ്സാദൽ അംബിയായി, അംബിയാക്കളുടെ ശരീരങ്ങൾ ഭക്ഷിക്കുക എന്ന വിഷയം ഭൂമിക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല.
മൂന്നാമത്തെ വന്നിട്ടുള്ളത് ബയ്യൻ എന്നുള്ള ചോദ്യമാണ്. പ്രധാന ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതിന് ഞങ്ങൾക്കുള്ള നേട്ടവും പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ നിങ്ങൾ നൽകുന്ന സബ്സ്ക്രൈബാണ്. കുറഞ്ഞ ആൾക്കാരെ 10ാം ക്ലാസ്സിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കാണുന്ന ആളുകൾ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അവസാനത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അൽഹംദുലില്ലാ എന്നോ താങ്ക്സ് എന്നോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. നിങ്ങളെ ഉറ്റ സുഹൃത്തിലേക്ക് കൂടെ അതൊന്ന് ഷെയർ ചെയ്താൽ അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. വായിക്കാം. അതിൽ ഒന്നാമത് വന്നിട്ടുള്ളത് അൽ മുഅ്ജിസത്തു. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് വ്യക്തമാക്കാൻ. അമ്രുൻ ഖാരിക്കുൻ ലിൽ ആദത്തി, പതിവിന് വിപരീതമായ കാര്യമാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. യൽഹറു അലാ യദി മുദ്ദഇൻ നുബുവ, നുബുവത്തിനെ വാദിക്കുന്ന ആളിലൂടെ സംഭവിക്കുന്ന ഇൽഹാർ അലി സുദ്ഖിഹി, അതിനെ വാസ്തവമാക്കുന്നതിന് വേണ്ടി നുബുവത്തിനെ വാദിക്കുന്ന ആളിലൂടെ പതിവിന് വിപരീതമായി സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നടക്കുന്ന കാര്യം ഒരിക്കലും അത്ഭുതമാകില്ലല്ലോ. പതിവിന് വിപരീതമായി, ഇപ്പോൾ മഴ പെയ്യാതിരിക്കലാണ് ചാൻസ്, പെട്ടെന്ന് മഴ പെയ്യിപ്പിച്ചാൽ അത് പതിവിന് വിപരീതമാണ്. കോഴിമുട്ട താഴേക്കിട്ടാൽ പൊട്ടുക എന്നതാണ് പതിവ്, പൊട്ടാതിരിക്കുക എന്നുള്ളത് മുഅ്ജിസത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം 2. അന്നബിയു, ആരാണ് നബി എന്നുള്ളത് വ്യക്തമാക്കാനാണ്. അന്നബിയു ദക്കറുൻ, പുരുഷനാണ്. ഹുറുൻ, സ്വതന്ത്രനായിരിക്കണം, അടിമയിൽ നിന്നുണ്ടാവില്ല. മുഖ്ബിറുൻ അനില്ലാഹി തആല ബി വഹീൻ, വഹി അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശമുഖാന്തരം ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്ന സ്വതന്ത്രനായ പുരുഷനായ വ്യക്തിയാണ് നബി എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ചോദ്യത്തിൽ വരുന്നത്, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അറബിയിൽ തന്നെ പഠിച്ചു വെക്കുക. അജിബ് ഉത്തരം എഴുതാനാണ്. മൻഷഉൽ അത്ഇമത്തി മാഹിയ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? തുറാബു, മണ്ണാണ്. മണ്ണില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവില്ല. മണ്ണാണ് ഭക്ഷണത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം. 2. അൻ നുത്ഫത്തു തഷ്മലു അലാമ, ബീജം എന്തിനെ ഉൾക്കൊള്ളിക്കും? തഷ്മലു അല അക്സറ മിൻ 20 മില്യൂണൻ മിനൽ ഖലായ, 20 മില്യൺ കോശങ്ങൾ അടങ്ങിയതാണ് ബീജം എന്ന് പറയുന്നത്. പുസ്തകത്തിൽ പഠിച്ചതാണത്. 3ാമത്തത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇലാ മൻ ഉർസില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരിലേക്കാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചത്? മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മബ്ഊസുൻ ഇലാ കാഫത്തിൽ അറബ് വൽ അജം, അറബികളിലേക്കും അനറബികളിലേക്കും. വൈല സഖലൈനി അൽ ജിന്നി വൽ ഇൻസി ജമീഅൻ, സഖലൈനിയിലേക്ക് 2 വിഭാഗം. ഏതാണ് 2 വിഭാഗം? ജിന്നും ഇൻസും, മനുഷ്യവർഗവും ജിന്ന് വർഗത്തിലേക്കും അറബികളിലേക്കും അനർബികളിലേക്കുമായ മുഴുവൻ പേരിലേക്കും മബൂസ്, അയക്കപ്പെട്ട പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ. 4ാമത്തത് മുഅ്ജിസത്തു സ്വാലിഹ്, സ്വാലിഹ് നബിയുടെ മുഅ്ജിസത്ത് മാഹിയ യുഖ്റജു ലഹും നാഖത മിൻ സഖ്റത്തിൻ അയ്യനുഹ, അവർ കാണിച്ച പാറയിൽ നിന്ന് ഒട്ടകത്തിനെ സ്വാലിഹ് നബി അവർ പറഞ്ഞ വിശേഷണത്തോടു കൂടെയുള്ളതിന് പുറപ്പെടുവിച്ചു. അതാണ് സ്വാലിഹ് നബിയുടെ മുഅ്ജിസത്ത്. 5ാമത് വന്നിട്ടുള്ളത് റത്തീബ്, തെർത്തീബാക്കാനാണ്. ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. ഓർഡറാക്കി കൊടുത്തത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സൊല്ല അലയ്യ വാഹിദത്തൻ സൊല്ലല്ലാഹു അലൈഹി ബിഹ അഷ്റ, എൻ്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് കാരണം അള്ളാഹു അവൻ്റെ മേലിൽ 10 സ്വലാത്ത് ചൊല്ലും. അതാണ് അതിൻ്റെ ആശയം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐസുമാ കുൻതും ഫസല്ലു അലയ്യ, നിങ്ങൾ എവിടെയാണെങ്കിലും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഫൈന സ്വലാത്തക്കും തുബ്ലുനി, നിങ്ങളുടെ സ്വലാത്ത് എന്നിലേക്ക് എത്തിക്കപ്പെടും. ഇനി 6ാമത്തത് തെർജിം, പരിഭാഷപ്പെടുത്താനാണ്. കാന ഈസ അലൈഹിസ്സലാത്തു വസ്സലാം യുബ്രിഉൽ അക്മ വൽ അബ്റസ വയുഹീൽ മൗത ബിഇദ്നില്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അന്ധനെയും വെള്ളപ്പാണ്ടുകാരനെയും സുഖപ്പെടുത്തുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇനി 7ാമത്തത് ഉക്തുബുൽ മാന, ഇൻഷിഖാഖ്, പിളരൽ. ബുവൈലത്ത്, അണ്ടം. മുഖ്തരി, കണ്ടുപിടുത്തക്കാരൻ. ബലാഗത്ത്, സാഹിത്യം. അളുലാത്ത്, മാംസ പേശികൾ. ഖസ്ർ, കൊട്ടാരം. ഇങ്ങനെയാണ് ഈ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഇതോടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി.
മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. വായിക്കുന്നില്ല, വായിച്ച് വീഡിയോ ദീർഘിച്ചു പോകും. 4 പാഠങ്ങളെ ഈ ഒരു പരീക്ഷയ്ക്ക് ദുറൂസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. എല്ലാ ഭാഗങ്ങളും നന്നായി പഠിക്കുക. അറബി പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകളുണ്ട്, ആയത്തുകളുടെ കഷ്ണങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് 50 മാർക്കും മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ കഴിയും. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും. ഇൻഷാ അല്ലാഹ്. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്. ലൈക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് നിങ്ങളുടെ വക കിടക്കട്ടെ. നല്ല വീഡിയോകളുമായി നമുക്കങ്ങോട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.